ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വളരെ പ്രശസ്തമായ ഒരു സംഗീത ട്രൂപ്പായിരുന്നു സെൻറ്റ് ലൂയി സിംഫണി. ഈ ഓർക്കസ്ട്ര ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ നടത്തിയ ഒരു സംഗീത പരീക്ഷണത്തെപ്പറ്റി ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കുവാനിടയായി. പേരും പെരുമയും ഒന്നുമില്ലാത്ത ഒരാൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി ജനം എങ്ങനെ കൈക്കൊള്ളും എന്നറിയുവാൻ ഈ ഡയറക്ടർ ആഗ്രഹിച്ചു. കീറിപ്പറിഞ്ഞ പഴകിയ കോട്ടും പാൻസുമിട്ട് വാഷിംഗ്ടണിലെ ഒരു തെരുക്കോണിൽ തൻ്റെ പ്രിയപ്പെട്ട വയലിനുമായി അദ്ദേഹം ചെന്നിരുന്നു. വയലിൻ്റെ കമ്പികളെല്ലാം മുറുക്കി ടോൺ സെറ്റ് ചെയ്തു. ബോ മെല്ലെ കമ്പികളിൽ ഉരുമി തൻ്റെ പ്രിയപ്പെട്ട മാസ്റ്റർ പീസുകൾ വായിച്ചു തുടങ്ങി. വയലിൻ്റെ തന്ത്രികളിൽ നിന്ന് മുതിർന്ന വീണ സംഗീതം കേട്ട് അതുവഴി കടന്നുപോയവർ ആകൃഷ്ടരായി. ഒരു ഭിക്ഷക്കാരൻ്റെ വയലിൻ വായനയിൽ ജനം സന്തുഷ്ടരായി. തങ്ങളുടെ പ്രിയങ്കരായ മൊസാർട്ടിൻ്റെയും ഹാൻഡലിൻ്റെയും സംഗീത ശില്പങ്ങൾ അനായാസേന വായിച്ച ഭിക്ഷക്കാരന് പാരിതോഷികങ്ങൾ നൽകാൻ അവർ മടിച്ചില്ല. തൻ്റെ മുമ്പിൽ വീഴുന്ന കറൻസി നോട്ടുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് കണ്ട് ഭിക്ഷക്കാരൻ്റെ വേഷമണിഞ്ഞ സംഗീതജ്ഞൻ അമ്പരന്നു. ഒരു പാഠം അദ്ദേഹം ഈ പരീക്ഷണത്തിലൂടെ പഠിച്ചു. കാഴ്ചയിൽ താൻ ഒരു സാധുവായ ഭിക്ഷക്കാരനായിരിക്കാം, പക്ഷേ തൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട സംഗീതത്തിന് കടന്നുപോയവരുടെ മനസ്സുകളെ ഇളക്കാൻ സാധിച്ചു. ബാഹ്യ സൗന്ദര്യവും കാഴ്ചയും ചിലപ്പോൾ നമ്മെ വഞ്ചിതരാക്കും. നമ്മുടെ ഉള്ളിലെ ആത്മാർത്ഥതയാണ് യഥാർത്ഥ സൗന്ദര്യം. പുറമേ കാഴ്ചയ്ക്ക് ആകർഷണീയരല്ലെങ്കിലും ആന്തരിക ബലവും സൗന്ദര്യവുമുള്ള ആളുകളെയാണ് കർത്താവ് തൻ്റെ വേലയ്ക്കായി നിയോഗിക്കുന്നത്. ഇസ്രയേലിൻ്റെ ഭരണാധികാരിയെ തിരഞ്ഞെടുത്ത ശമൂവേൽ പ്രവാചകൻ ചിന്തിക്കാതെ പോയതും ഈ സത്യമാണ്. ഇശായിയുടെ മൂത്ത മകൻ ഏലിയാവിൽ ആകൃഷ്ടനായ പ്രവാചകനോടുള്ള യഹോവയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏലിയാബ് യോഗ്യനല്ലായിരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് ദൈവവചനപ്രകാരം ജീവിക്കുന്നവരെയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ആവശ്യം. പണമോ വിദ്യാഭ്യാസമോ പ്രൗഢിയോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. നിസാരന്മാരായ മീൻപിടുത്തക്കാരനായ മുക്കുവന്മാരെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരായി വിളിച്ച് ഈ ലോകത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി അയച്ചത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ളതായ ദൗത്യം നാം ആയിരിക്കുന്ന സ്ഥാനത്ത്, ആയിരിക്കുന്ന മേഖലകളിൽ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയുന്ന ഒരു കർത്താവിനെ പറ്റി പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ചല്ലോ. ദൈവമേ, വചനത്തിലൂടെ നീ ഞങ്ങളെ ചിന്തിപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾ മനസ്സിലാക്കിയതായ വചനസത്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ആവശ്യമായിട്ടുള്ള തീഷ്ണതയും ഊർജ്ജസ്വലതയും ഞങ്ങൾക്ക് അവിടെ നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.